ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മരണം കാണാത്ത ഹാനോക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എബ്രായർ 11:5 വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. മരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനായിരുന്നു ഹാനോക്ക്. ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശവക്കുഴികൾക്കിടയിൽ ഒരിക്കലും ഒരു ശവക്കുഴി ഇല്ലാതെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം. പഴയ നിയമയുഗം മുതൽ പുതിയ നിയമയുഗത്തിന്റെ അവസാനം വരെ അവൻ മരണത്തെ കണ്ടിട്ടില്ല എന്നത് ശരിക്കും അത്ഭുതകരമാണ്. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദൈവത്തിന് കർത്താവ് എന്ന് തിരുവെഴുത്ത് പറയുന്നു. സങ്കീർത്തനം 68:20 ഇത് കാണാൻ സാധിക്കും. യോഗികൾക്കും സന്യാസിമാർക്കും പേരുകേട്ട നാടാണ് ഇന്ത്യ. പല ഋഷിമാരും തങ്ങളുടെ ശരീരം ഉപേക്ഷിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൽ വീണ്ടും പ്രവേശിക്കാമെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അവർക്കൊന്നും യഥാർത്ഥത്തിൽ അതിന് കഴിഞ്ഞില്ല. താൻ മരണം കാണില്ലെന്ന് ഹാനോക്ക് എങ്ങനെ വിശ്വസിച്ചു? ഹാനോക്ക് ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ കർത്താവ് തന്റെ മടങ്ങിവരവിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും മരണം കാണാതെ ഇരിക്കാൻ മർത്യശരീരങ്ങൾ എങ്ങനെ രൂപാന്തരപ്പെടുകയും ഏറ്റെടുക്കുകയും ചെയ്യും എന്നതിനെക്കുറിച്ചും ഹാനോക്കുമായി പങ്കുവച്ചിരിക്കണം. അതിനാൽ രണ്ടാം വരവിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ മുൻഗാമിയാകാനുള്ള വിശ്വാസം ഹാനോക്കിന് ലഭിച്ചു. ഹാനോക്കിന് ചുറ്റുമുള്ളവരെല്ലാം മരിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 5 മരിച്ചവരുടെ ശ്മശാനം എന്ന് വിളിക്കുന്നു. ആദാം ഉൽപ്പത്തി പുസ്തകം 5 ഏനോഷ് ഉൽപ്പത്തി പുസ്തകം 5 തുടങ്ങി എല്ലാ മരണങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അധ്യായത്തിൽ അവൻ മരിച്ചു എന്ന പദം പലതവണ ആവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും. എന്നാൽ ഹാനോക്ക് മരിച്ചില്ല. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചോ ശ്മശാനത്തെക്കുറിച്ചോ പരാമർശമില്ല. ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ ഹാനോക്ക് എടുക്കപ്പെട്ടു. എത്ര മനോഹരമല്ലേ! മനോഹരമായ ശവകുടീരങ്ങളെക്കുറിച്ച് ലോകം അഭിമാനിക്കുന്നു. ഷാജഹാൻ രാജാവ് തന്റെ ഭാര്യ മുംതാസിന് മനോഹരമായ ഒരു ശവകുടീരം നിർമ്മിച്ചു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി അണ്ണയ്ക്കായി മറീന കടൽ തീരത്ത് മനോഹരമായ ഒരു ശവകുടീരം നിർമ്മിച്ചു. എല്ലാം സഹിച്ച് ആത്മാക്കൾ അവിടെ ഉറങ്ങുന്നു. ഗാന്ധിജിയുടെ ശവകുടീരം രാജ്ഘട്ടിലാണ്. സൗദി അറേബ്യയിലെ മക്കയിലാണ് മുഹമ്മദ് നബിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ശവകുടീരമില്ലാത്ത ഹാനോക്ക് വിജയത്തിന്റെ ഉയർന്ന സ്തംഭമായി നിലകൊള്ളുന്നു. ദൈവമക്കളെ, ശവക്കുഴിയിലല്ല, കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശക്തിയിലേക്കാണ് നിങ്ങളുടെ കണ്ണുകൾ വെക്കേണ്ടത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 കൊരിന്ത്യർ 15:51-52 ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ യെഹെസ്കേൽ 14-15 അധ്യായങ്ങൾ, വൈകുന്നേരം യാക്കോബ് 2 അധ്യായം. ആമേൻ.